എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ SCERT പാഠപുസ്തകത്തിലെ സോഷ്യൽ സയൻസ് 7ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 3ാമത്തെ പാഠമായിട്ടുള്ള ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന പാഠമാണ്. ഭരണഘടന വഴിയും വഴികാട്ടിയും. ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടായിരിക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ച ആശയങ്ങൾ നോക്കാം. പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, മതേതരത്വം, ലഹരി വിമുക്തം. ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടായിരിക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ച ആശയങ്ങൾ എന്തൊക്കെയാണ്? പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, മതേതരത്വം, ലഹരി വിമുക്തം എന്നിവയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിന് ഊന്നിയുള്ള ദേശീയ ബോധം ശക്തിപ്പെട്ടു. വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. അതേപോലെ സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങിയ വിഭാഗങ്ങൾ ഒന്നാം സ്വാതന്ത്ര്യത്തിൽ പങ്കാളികളായി. വൈദേശിക ആധിപത്യത്തിന് എതിരെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംഘടനകൾ നോക്കാം. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ വർഷം 1852, പൂനെ സാർവജനിക് സഭ വർഷം 1870, ഇന്ത്യൻ അസോസിയേഷൻ വർഷം 1876. വൈദേശിക ആധിപത്യത്തിനെതിരെ ദേശീയ തലത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംഘടനയാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1885 ഡിസംബർ മാസം 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ നോക്കിയാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. അതേപോലെ ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക എന്നുണ്ട്. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നതൊക്കെയാണ്. അതേപോലെ മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഗാന്ധിജിയുടെ സ്വാധീനം. സ്വതന്ത്ര സമര പ്രസ്ഥാനത്തിന് ഉണ്ടാക്കിയ മാറ്റങ്ങൾ നോക്കിയാൽ സ്വതന്ത്ര സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് ഗാന്ധിജിയിലൂടെയാണ്. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യം എന്ന ആശയം ശക്തമായി. സ്വാതന്ത്ര്യം, സാഹോദര്യം, മതസൗഹാർദ്ദം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമത്വം എന്നിവയാണ് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഭരണഘടനയുടെ അടിത്തറയാകേണ്ടത് എന്ന് നേതാക്കൾ ആഗ്രഹിച്ചതായിട്ടുള്ള ആശയങ്ങൾ. സ്വാതന്ത്ര്യം, സാഹോദര്യം, മതസൗഹാർദ്ദം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമത്വം. അതേപോലെ ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പാക്കണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഒന്നുകൂടെ പറയാം. ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട ആശയങ്ങളാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം, പൗരാവകാശങ്ങൾ ഉറപ്പ്, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം, സാമൂഹ്യ നീതി ഉറപ്പാക്കുക, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തുക. അടുത്തതായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് നോക്കാം. റിപ്പബ്ലിക്കായിട്ട് മാറുന്നത് വരെ ഇന്ത്യ പിന്തുടർന്ന നിയമ സംഹിതയാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ നോക്കുമ്പോൾ 321 ഭാഗം, 10 പട്ടിക ഉണ്ടായിരുന്നു. 6 പ്രവിശ്യകളിലും കേന്ദ്രത്തിലും ദ്വിമണ്ഡല സഭകൾ നിർദ്ദേശിച്ച നിയമമാണ് നമ്മുടെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 6 പ്രവിശ്യകളിലും കേന്ദ്രത്തിലും ദ്വിമണ്ഡല സഭ വേണമെന്ന് നിർദ്ദേശിച്ചു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ച് നൽകിയ നിയമമാണിത്. കേന്ദ്രത്തിനും
പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു നൽകി. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അടുത്തതായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് നോക്കുമ്പോൾ, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള ദൗത്യമാണ് നമ്മുടെ ക്യാബിനറ്റ് മിഷൻ വർഷം 1946. ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായിട്ടുള്ള ഒരു നിയമ സംഹിത എന്നുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്ന തീയതി 1946 ഡിസംബർ 9. ഡിസംബർ 6-ന് രൂപീകൃതമായപ്പോൾ ഡിസംബർ 9-ന് അവരുടെ ആദ്യത്തെ സമ്മേളനവും നടന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. മറ്റു രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കാൻ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിൽ ഭരണഘടനകൾ പഠനത്തിന് വിധേയമാക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ നോക്കാം. ഫെഡറലിസം, ഏക പൗരത്വം, നിയമവാഴ്ച, മൗലിക കടമകൾ, പാർലമെന്ററി ഭരണ സമ്പ്രദായം, ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സംയുക്ത ഭരണ വ്യവസ്ഥകൾ. നമുക്കെല്ലാം ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് ഫെഡറലിസം, ഏകപൗരത്വം, നിയമവാഴ്ച, മൗലിക കടമകൾ, പാർലമെന്ററി ഭരണ സമ്പ്രദായം, ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, അതേപോലെ സംയുക്ത ഭരണ വ്യവസ്ഥ എന്നിവയൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. ഇനി ഭരണഘടനയുടെ ധർമ്മങ്ങൾ നോക്കിയാൽ പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുക, രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാരാൻ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതുമുണ്ട്. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക, ജ്ഞാനത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുക, ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുക, രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുക, രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുക, സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായി സംരക്ഷണ കവചമായിട്ട് വർത്തിക്കുക. ഇതൊക്കെയാണ് ഭരണഘടനയുടെ ധർമ്മങ്ങളായിട്ട് പറയുന്നത്. എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ, എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെ ഇന്ത്യക്ക് അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെ സ്വന്തം ഇന്ത്യക്കാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അതേപോലെ ചെറുതും ആയിട്ടുള്ള ഭരണഘടന ഏതെന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഭരണഘടനയ്ക്കാണ്. ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും ചെറുതുമാണ് അമേരിക്ക, ഏറ്റവും വലുത് ഇന്ത്യ. ഭരണഘടന അനുസൃതമായിട്ട് നിർമ്മിക്കപ്പെട്ട ചില നിയമങ്ങൾ നോക്കാം. വനം വന്യജീവി സംരക്ഷണ നിയമം, ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആക്ട് 1972, ദേശീയ സുരക്ഷാ നിയമം അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ആക്ട് 1980, ദുരന്ത നിവാരണ നിയമം അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005, ഭക്ഷ്യസുരക്ഷാ നിയമം
ഫുഡ് സേഫ്റ്റി ആക്ട് 2013, ഭൂപരിഷ്കരണ നിയമം ലാൻഡ് റിഫോംസ് ആക്ട് 1969, വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, അഴിമതി നിരോധന നിയമം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1888, തൊഴിൽ നിയമം മിനിമം വേജസ് ആക്ട് 1948, പരിസ്ഥിതി സംരക്ഷണ നിയമം എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഒന്നുകൂടെ പറയാം, ഭരണഘടന അനുസൃതമായിട്ട് നിയമിക്കപ്പെട്ട ചില നിയമങ്ങളാണ് വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ദുരന്ത നിവാരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, അഴിമതി നിരോധന നിയമം, തൊഴിൽ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് നോക്കാം. കുട്ടികളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടന അനുസൃതമായിട്ട് നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണ് ബാലവേല നിരോധന നിയമം 1986, ബാലനീതി നിയമം 2000, വിദ്യാഭ്യാസ അവകാശ നിയമം 2009, ബാലവിവാഹ നിരോധന നിയമം 2006, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുമുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിനുമായിട്ടുള്ള നിയമം 2012. ഇതിനെയാണ് നമ്മൾ പോക്സോ ആക്ട് 2012 എന്ന് വിളിക്കുന്നത്. കുട്ടികളുടെ അവകാശ ഉടമ്പടി നിലവിൽ വന്ന വർഷം 1989. കുട്ടികളുടെ അവകാശ ഉടമ്പടി എന്നാണ് വന്നത്? 1989. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിനുള്ള സമയം 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസം കൊണ്ടാണ് നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ച ദിവസം 1949 നവംബർ 26. ഭരണഘടനാ ദിനം അതുകൊണ്ട് എന്നാണ്? നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്തെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്ര തലവനായിരിക്കുന്ന സംവിധാനത്തെ നമ്മൾ റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. ഭരണഘടനയുടെ പ്രാബല്യം അനുസരിച്ച് ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ ആരാണ്? രാഷ്ട്ര തലവനാണ് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, രാഷ്ട്രപതി. അതായത് അടുത്തത് നമുക്ക് ഭരണഘടനയെ കുറിച്ച് നോക്കാം. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാനവും ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ആ രാജ്യത്തിന്റെ ഭരണഘടന. രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം നിർമ്മിക്കുന്നത് ഭരണഘടനാ വ്യവസ്ഥകൾ അനുസരിച്ചാണ്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം ആമുഖം, പ്രിയാമ്പിൾ, അതേപോലെ അതിനകത്ത് 448 അനുച്ഛേദങ്ങളുണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്. 448 ആർട്ടിക്കിളുണ്ട്, 12 പട്ടികൾ, 12 ഷെഡ്യൂൾസ് ഉണ്ട്, 25 ഭാഗങ്ങൾ, 25 പാർട്ടുകൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട്. 448 അനുച്ഛേദം, 12 പട്ടിക, 25 ഭാഗം. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയുടെ ഉള്ളടക്കത്തിൽ പക്ഷേ 22 ഭാഗങ്ങളും 8 പട്ടിക, 395 അനുച്ഛേദമാണ് ഉള്ളത്. ഇന്നിപ്പോൾ 448, 12, 25. രാജ്യത്തെ ഭരണാധികാരികളെ നിയമം നിർമ്മാണ സഭയിൽ നിയന്ത്രിക്കുന്ന സംവിധാനമാണ് പാർലമെന്ററി ജനാധിപത്യ സംവിധാനം. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നത് എന്ന് അറിയപ്പെടുന്നത് ജനങ്ങളുടെ പരമാധികാരം എന്നാണ്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളെ മൗലിക അവകാശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തത്തെ മൗലിക കടമകൾ എന്ന് വിളിക്കുന്നു. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തെയാണ് നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ DPSP എന്ന് പറയുന്നത്. എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണെന്നും ആരും നിയമത്തിന് അധീനരല്ല എന്നും അറിയപ്പെടുന്നത് നിയമവാഴ്ചയിലാണ്. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിലാണ്. നിയമനിർമ്മാണം
കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമുള്ളത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയിലാണ്. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനത്തെ നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നു. സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വമില്ലാതെ രാജ്യത്തെ ഒറ്റ പൗരത്വമുള്ളതിനെ ഏക പൗരത്വം എന്നുമാണ് നമ്മൾ പറയുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം പോക്സോ ആക്ട് 2012 കുറിച്ച് കുറച്ച് നോക്കാം. ഭയരഹിതമായും സുരക്ഷിതമായിട്ടും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിന് ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണം, നീതി ഉറപ്പാക്കുന്നതിനായിട്ട് ഇന്ത്യൻ പാർലമെന്റ് 2012 പാസാക്കിയ നിയമമാണ് പോക്സോ ആക്ട്. പോക്സോ ആക്ട് 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 എന്നതാണ് ഇതിന്റെ പൂർണ്ണ രൂപം. പോക്സോ നിയമപ്രകാരം 18 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് കുട്ടികളായിട്ട് പരിഗണിക്കുന്നത്. പോക്സോ നിയമത്തിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19 പോക്സോ നിയമം നിലവിൽ വന്നത് 2012 നവംബർ മാസം 14 ലൈംഗിക അതിക്രമണ കേസുകൾ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് അല്ലെങ്കിൽ ലോക്കൽ പോലീസിനുമൊക്കെയാണ്. ലൈംഗിക അതിക്രമണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോക്സോ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 19 പ്രകാരമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അറിയപ്പെടുന്നത് ചൈൽഡ് വെൽഫെയർ ഓഫീസർ CWPO എന്നാണ്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് പോക്സോ നിരീക്ഷണ സംവിധാനം പോസ്കോ മോണിറ്ററിംഗ് സെൽ കൊണ്ടുവന്നത്? 44 വകുപ്പ്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് ഈ നിയമം കഠിന ശിക്ഷാ വ്യവസ്ഥ ചെയ്യുന്നു. ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് 12. ശിക്ഷ എത്രയാണ്? 3 വർഷം വരെ ആകാവുന്ന ലഘു അല്ലെങ്കിൽ കഠിന തടവും പിഴയുമാണ്. പോക്സോ ഭേദഗതി നിയമം 2019. പോക്സോ ഭേദഗതി നിയമം 2019 രാജ്യസഭ പാസാക്കിയത് എന്നാണ്? 2019 ജൂലൈ മാസം 24. പോക്സോ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 1. പോക്സോ ഭേദഗതി നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 5. പോക്സോ ഭേദഗതി നിയമം 2019 നിലവിൽ വന്നത് എന്നാണ്? നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് മാസം 6 ഇനി പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ കൂടി നോക്കാം. മാറുന്ന സമൂഹത്തിന് ആവശ്യമനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയെ നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്നാണ് വിളിക്കുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടില്ല. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഏതൊരു മാറ്റവും വരുത്തുവാൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സർക്കാർ, വർഷം 1973. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്ന നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 368 ഭാഗം 20 വരുന്നതാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിന്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത് 1951. ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 തവണയാണ് ആമുഖം ഭേദഗതി ചെയ്തത്. ഇതുവരെ 2024 ജൂലൈ വരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്ത്? 106. ആമുഖം ഭരണഘടനയുടെ ഭാഗം അല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ബേറുവാറി യൂണിയൻ കേസ്, വർഷം 1960. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ആണ് എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ്
കേശവാനന്ദി വേഴ്സസ് കേരള സർക്കാർ, വർഷം 1973. കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി 1973-ൽ കേരള സർക്കാരിനെതിരെ നൽകിയ കേസാണിത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് കേശവാനന്ദി ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് കേസ്. അടുത്ത ഒന്നാം ഭേദഗതിയെ കുറിച്ച് നോക്കുമ്പോൾ വർഷം 1951-ലാണ് വന്നത്. അന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 9ാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് ഒന്നാം ഭേദഗതി. അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതി ആണ് ഒന്നാം ഭേദഗതി, വർഷം 1951. അടുത്ത പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് 42ാം ഭേദഗതി, വർഷം 1976. അന്ന് പ്രധാനമന്ത്രിയായിട്ടിരുന്നത് ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു 42ാം ഭേദഗതിയിലാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. അടുത്തതായിട്ട് 44ാം ഭേദഗതിയെ കുറിച്ച് നോക്കാം. വർഷം 1978 ആണ് 44ാം ഭേദഗതി, 1978. അന്ന് പ്രധാനമന്ത്രി മൊറാർജി ദേശായി, പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് 44ാം ഭേദഗതി, 1978. സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാണ്? 300A. മുൻപ് ഇത് 31ാം അനുച്ഛേദമായിരുന്നു. സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 12. മുൻപ് ഇത് 3ാം ഭാഗമായിരുന്നു. അടുത്തതായിട്ട് 73ാം ഭേദഗതി, വർഷം 1992. പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ. പഞ്ചായത്തി രാജ് ഭരണഘടന സാധുത നൽകിയ ഭേദഗതിയാണ് 73ാം ഭേദഗതി. പഞ്ചായത്തി രാജിന് ഭരണഘടന സാധുത നൽകിയ ഭേദഗതി 92-ലെ 73ാം ഭേദഗതിയാണ്. പഞ്ചായത്തി രാജ് നിയമം എന്നറിയപ്പെടുന്ന ഭേദഗതിയാണിത്. 11ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണിത്. അടുത്തത് 74ാം ഭേദഗതി, വർഷം 1992. പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ. നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 74ാം ഭേദഗതി. 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതികളാണ് ഇത്. 86ാം ഭേദഗതി, വർഷം 2002. പ്രധാനമന്ത്രി AB വാജ്പേയി, പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതിയാണിത്. അനുച്ഛേദം 21A ഇതിൽ കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇതായത്. 86ാം ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 6-ന് നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇത് പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ട സ്ഥാപനം ദേശീയ ബാലാവകാശ കമ്മീഷൻ. സംസ്ഥാന തലത്തിലായപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും വന്നു. മലാല യൂസഫ്സായിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 2014 ലഭിച്ച കൈലാഷ് സത്യാർത്ഥി. ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിനായിട്ട് രൂപം നൽകിയ സംഘടന ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടനയാണ്. അടുത്തത് 101ാം ഭേദഗതിയെ കുറിച്ച് നോക്കാം. വർഷം 2016. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് പ്രണബ് കുമാർ മുഖർജി. GSTയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 101ാം ഭേദഗതി, 2016. GST നിലവിൽ വന്നത് 2017 ജൂലൈ മാസം 1-ാം തീയതി. GSTയുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് 246A. GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദം 279A. 106ാം ഭേദഗതിയെ കുറിച്ച് നോക്കാം. 106ാം ഭേദഗതി വന്നത് 2023. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് ദ്രൗപദി മുർമു. ലോക്സഭ
സംസ്ഥാന നിയമസഭകൾ, ഡൽഹി നിയമസഭ എന്നിവയിൽ 33% സീറ്റുകൾ സംവരണം ചെയ്ത ഭേദഗതി. 33% സീറ്റുകൾ ഡൽഹി നിയമസഭ, സംസ്ഥാന നിയമസഭ, ഡൽഹി നിയമസഭ എന്നിവയിൽ വനിതകൾക്കായിട്ട് 33% സീറ്റുകൾ സംവരണം ചെയ്ത ഭേദഗതി ഏതാണ്? 106 ഭേദഗതി 2023. വനിതകൾക്കായിട്ട് 33% സീറ്റ് സംവരണം വ്യവസ്ഥ ചെയ്യുന്നതിലൂടെ ഭേദഗതി വരുത്തുന്ന ആർട്ടിക്കിളാണ് 239A. വനിതാ സംവരണ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2023 സെപ്റ്റംബർ മാസം 28-നാണ്. നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ വിവിധ തരം വെല്ലുവിളികൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്താണ്? നിയമം നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾക്ക് കാരണം ജനങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങൾ, ജനഹിതം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാതെ നിയമനിർമ്മാണങ്ങളും നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയൊക്കെയാണ് വരുന്നത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ മൂന്നാമത്തെ പാഠമായിട്ടുള്ള ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നുള്ള സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ പാഠം ഇവിടെ പൂർത്തീകരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇനിയും ഇതേപോലുള്ള ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും മറ്റ് PSC റിലേറ്റഡ് വീഡിയോസിനുമായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയുടെ ബെൽ ബട്ടൺ കൂടി ഓൺ ആക്കിയിടുക. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. തുടർന്നും വീഡിയോകൾ ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.